അനുമോള് ബിഗ് ബോസ് സീസണിനകത്ത് പറയുന്നുണ്ട് എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ല, എന്നെ വീട്ടിൽ പോലും കയറ്റാറില്ല പാചകം ചെയ്യാനെന്നാണ് പറയുന്നത്. വെളിയില് കുറേ വീഡിയോ പഴയതെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അനു പറയുന്നുണ്ട് എനിക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം, അത് ഉണ്ടാക്കാൻ അറിയാം, ഇത് ഉണ്ടാക്കാൻ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ വീഡിയോയിലും. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ പറയുന്ന ആളെ ഏതാ വിശ്വസിക്കേണ്ടതെന്ന് പോലും നമുക്കറിയത്തില്ല. പറയുന്നു ഞാൻ എല്ലാ ഊഹം വെച്ചാണ് ഉണ്ടാക്കുന്നത്, എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നുള്ളത്. ഏതാ വിശ്വസിക്കേണ്ടതെന്ന് ഡൗട്ടാ. അതുപോലെ അനുവിന്റെ പി ആർ ആയ വിനു ഇന്റർവ്യൂസിൽ പറയുന്നുണ്ട് എനിക്ക് അനു വെറും 11,111 രൂപ മാത്രമാണ് പി ആറിന് തന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അനു വിൻ ചെയ്തതിനു ശേഷം ഉള്ള ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഞാൻ പി ആറിന് 1,00,000 രൂപയാണ് കൊടുത്തതെന്ന്. അതേ പി ആർ ആയ വിനു പറയുന്നു ഇല്ല 1,00,000 രൂപ എനിക്ക് തന്നിട്ടില്ല, കള്ളത്തരം പറയുകയാണ്, വെറുതെ പറയുകയാണ് എന്ന് പറയുന്നത്. ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടത്? ഒരു ഡൗട്ട്. മനസ്സിലാവുന്നേ ഇല്ല എന്ത് വിശ്വസിക്കണമെന്നുള്ളത്. അതുപോലെ ആ പി ആർ പറയുന്നുണ്ട് എന്താ ശൈത്യയുടെ കയ്യിൽ നിന്ന് വെറും 1,00,000 രൂപ മാത്രമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, വെറും 1,00,000. ആ വെറും 1,00,000 പറയുന്ന ആളാണോ അനുവിന്റെ കയ്യിൽ നിന്ന് വെറും 11,000 രൂപ മേടിക്കുന്നത്? അതൊരു ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ തന്നെ ചിന്തിക്കാം അനുവിന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ മേടിച്ചിട്ടുണ്ടെന്നുള്ളത്. വെറും 1,00,000 രൂപ പറയുന്ന ആളാണോ ഈ വെറും 11,000 രൂപ മേടിക്കുന്നത്? അതേ ആള് പറയുന്നുണ്ട് ഒരു പി ആർ ടീം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, എഡിറ്റേഴ്സിനൊക്കെ 2 പേരെ വേണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം, എഡിറ്റേഴ്സിന് പെർ ഡേ 2,000 രൂപയെങ്കിലും കൊടുക്കണം മിനിമം. അങ്ങനെ പോയി ഒരു 100 ഡേയ്സ് ആവുമ്പോൾ ഒരു 2 ലാക്ക് എബോവ് അല്ലെങ്കിൽ 2 ലാക്ക് അകത്തൊക്കെ ആവും എന്ന് തന്നെ പറയുന്നുമുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാം എത്ര വലിയ എമൗണ്ട് ആയിരിക്കും പി ആറിന് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ ഈ പി ആറിന്റെ എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് പ്ലാൻ ചെയ്യൂ എത്ര രൂപയാണ് തരേണ്ടതെന്നുള്ളത്. ആദ്യം അത് ചിന്തിച്ചിട്ട് വന്നിട്ട് പറയൂ എത്ര രൂപ ഞാൻ പി ആറിന് ചെയ്തു എന്നുള്ളത്. പ്ലാൻ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടെങ്കിലും പറയാൻ നോക്കൂ. വെറുതെ ഇങ്ങനെ രണ്ടുപേരും ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കൺഫ്യൂസ് ആവും എന്താണ് എന്നുള്ളത്. കൺഫ്യൂസ് അല്ല, ഉറപ്പിക്കാൻ പറ്റും എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പി ആർ കൊണ്ട് വിന്നർ ആയത് എവിടെ ഒരു വാല്യൂ ഇല്ല. പലരും പറയുന്നുണ്ട് എന്താ വിൻ ചെയ്ത് കഴിഞ്ഞു ഇനി കിടന്ന് കരയി, അല്ലെങ്കിൽ ഇനി എന്താ പറയാ ഒരു വിജയിച്ചു കപ്പ് നേടി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാണ്, പറഞ്ഞിട്ട് ഇനി കാര്യമില്ല, അതല്ല പറയുന്നത്. ഈ പി ആർ കൊണ്ട് നേടിയ വിജയം വെറും ചീപ്പായിട്ടുള്ളൊരു വിജയമാണ്, അല്ലാതെ എന്താ പറയാ ഒരു ഗെയിമറായിട്ട് ജയിച്ചു എന്നൊരിക്കലും ഇതിൽ പറയാൻ പറ്റത്തില്ല. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പണം കൊണ്ട് മാത്രം നേടിയ വിജയം മാത്രമാണ്. കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ അഖിൽ മാരാര്, ജിൻഡോ, ഇവരുടെയൊക്കെ പി ആർ ആണ് ഇയാളെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയാ ജയിച്ചതെന്ന് നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ. അവരും പണം കൊണ്ടായിരിക്കാം ജയിച്ചിട്ടുണ്ടാവുക. അതേ പി ആർ തന്നെ പറയുന്നുണ്ട് അനു ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നാറിപ്പോയേനെ, അതായത് ഒരു 30 ദിവസം 40 ദിവസം നിന്നിട്ട് എവിക്റ്റ് ആയി പോയേനെ, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു നല്ല വൃത്തിക്ക് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് പണം കൊണ്ട് മാത്രം നേടിയ വിജയമാണെന്നുള്ളത്.